എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിൽ കുട്ടികൾ RSS ഗണഗീതം ആലപിക്കുന്ന വീഡിയോ പങ്കുവച്ചത് എല്ലാവരും കണ്ടുകാണും. അത് പങ്കുവച്ച് നിമിഷ നേരം കൊണ്ട് അത് പിൻവലിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ റെയിൽവേ റീപോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വീഡിയോ വിവാദമായതോടെ ദക്ഷിണ റെയിൽവേ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച വീഡിയോയാണ് ഇംഗ്ലീഷ് തർജ്ജമയോടുകൂടി വീണ്ടും പോസ്റ്റ് ചെയ്തത്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിച്ചതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് നടന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. വർഗീയ പ്രചരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ റെയിൽവേയെ ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. വിവാദമായതോടെ ഗണഗീതം പങ്കുവച്ച FB പോസ്റ്റ് ദക്ഷിണ റെയിൽവേ ആദ്യം പിൻവലിച്ചെങ്കിലും പിന്നീട് രാത്രിയോടെ Xൽ റീപോസ്റ്റ് ചെയ്തു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ആദ്യ യാത്രയിലാണ് വിദ്യാർത്ഥികൾ RSS ഗണഗീതം പാടിയത്. കുട്ടികളുടെ തലച്ചോറിലേക്ക് വിഷം കുത്തിവെക്കുന്ന RSSനെയാണ് ഇന്ന് കണ്ടതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. അതേസമയം അഭ്യർത്ഥിച്ച് ഒരു മാസത്തിനുള്ളിൽ വന്ദേ ഭാരത് ട്രെയിൻ യാഥാർത്ഥ്യമാക്കിയ നടപടി BJPയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഉദാഹരണമാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രി Xൽ നടത്തിയ വിമർശനത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കുട്ടികൾ അവർക്കിഷ്ടമുള്ള ദേശഭക്തി ഗാനം പാടിയതാണോ പ്രശ്നമെന്ന് രാജീവ് ചോദിക്കുകയാണ്. കുട്ടികളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ മുഖ്യമന്ത്രി അവഹേളിക്കുകയാണെന്നും മുഖ്യമന്ത്രിക്ക് അപലപിക്കാൻ സംസ്ഥാന സർക്കാരിൽ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ടല്ലോ എന്നും Xൽ രാജീവ് കുറിച്ചു. RSS ഗണഗീതം പാടിയ സംഭവത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ബിനു ചുള്ളിയിലും രൂക്ഷ പ്രതികരണമാണ് നടത്തിയത്. ഇന്ത്യൻ റെയിൽവേ RSSന്റെ ശാഖയല്ലെന്നും ദേശഗാനം പാടേണ്ട വേദികളിൽ ഗണഗീതം പാടിച്ച് പുതിയൊരു പൊതുബോധ നിർമ്മിതിക്കാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ബിനു ചുള്ളിയിൽ തുറന്നടിച്ചു. എന്ത് സന്ദേശമാണ് ഇതിലൂടെ റെയിൽവേ എന്ന പൊതുമേഖലാ സ്ഥാപനം രാജ്യത്തിന് നൽകുന്നതെന്നും ബിനു ചുള്ളിയിൽ ചോദിച്ചു. RSSന്റെയും BJPയുടെയും വളഞ്ഞ വഴിയിലൂടെയുള്ള ഈ രാഷ്ട്രീയ പ്രചാരണത്തിനെതിരെ അതിശക്തമായ ജനരോഷം ഉയർത്തണമെന്നാണ് ബിനു ചുള്ളിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.